കർത്താവിന്റെ അതിപരിസമായ നാം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 26-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ. യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കുക. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനം എന്താണ്? യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നത്, യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എന്റെ അന്തരവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ. നാം ഒരു ഡോക്ടറെ അരികെച്ചെന്ന് നമ്മുടെ രോഗവിവരങ്ങൾ പറഞ്ഞ് ആ രോഗവിവരം കേൾക്കുമ്പോൾ ഡോക്ടർ നമ്മെ വിവിധ ഇനങ്ങളിലുള്ള പരിശോധനകൾ നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ നിഷ്കളങ്കനായ ഒരു വേർപാടുകാരൻ, ഈ സങ്കീർത്തനക്കാരൻ, അദ്ദേഹം ദൈവത്തോട് പറയുക, ഹല്ലേലൂയ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾ ഓരോ പ്രഭാതത്തിലും ദൈവത്തോട് പറയേണ്ട കാര്യമായത്, അല്ലെങ്കിൽ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ എന്നുള്ളത്. മനുഷ്യ ജീവിതം എന്ന് പറയുന്ന മുഴുവൻ പാപത്തിലാണ്. പാപിയായ മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എപ്പോഴും കഠിനത നിറഞ്ഞതായിരിക്കും. മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനും മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുവാനും അവർക്ക് കഴിയില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കാനേ പറ്റുള്ളൂ. എന്നാൽ ഒരു നിഷ്കളങ്കനായ മനുഷ്യന് മാത്രമേ മറ്റുള്ളവരുടെ ദുഃഖത്തിലും സങ്കടത്തിലും പങ്കുചേരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദുഷ്കളങ്ക മാർഗത്തിലൂടെ നടക്കുന്ന മനുഷ്യർ അവരെപ്പോഴും ദുഷ്ടന്മാരുടെ ആലോചനയിൽ പോകുമ്പോൾ, നിഷ്കളങ്കനായി നടക്കുന്ന മനുഷ്യൻ അവൻ ദൈവത്തോട് ചേർന്നിരുന്ന് ആനുദിനം അവന്റെ ഹൃദയവും അന്തരംഗവും പരിശോധിച്ച് അവന്റെ ദൈവത്തോട് ചേർന്നിരിക്കും. അതാണ് നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ വേർപാടുകാരന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ 2-ാം വാക്യം പറയുമ്പോൾ നമുക്ക് കാണുന്നത്, ഹല്ലേലൂയ, സ്വർഗീയ പരീക്ഷകൾക്ക് ദാവീദ് തയ്യാറാണ്. സ്വർഗത്തിന് എന്തെല്ലാം പരിശോധനകൾ കൊടുത്താലും, എന്തെല്ലാം പരീക്ഷകൾ യഹോവയായ ദൈവം ദാവീദിന് മേൽ അയച്ചാലും അതെല്ലാം സങ്കീർത്തനക്കാരൻ തയ്യാറാണ്. അപ്പം തീയിലൂടെ ശോധന ചെയ്താലും അവന് ഭയമില്ലെന്ന. തീയിലൂടെ ശോധന ചെയ്താലും ഭയമില്ല. കാരണം അവൻ നിഷ്കളങ്കനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാ, അവൻ കർത്താവിനോട് പറയുകയാണ്, നീ എന്നെ തീയിലൂടെ ശോധന ചെയ്താലും ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ എന്നെ അങ്ങടെ സന്നിധിയിലേൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ ദൈവം നമുക്ക് തരുന്ന പരിശോധനകളെ നാം അതിന് പിറുപിറുക്കാതെ മത്സരിക്കാതെ, ദൈവം നമുക്ക് തരുന്ന പരിശോധനകളും പരീക്ഷകളും നമ്മെ ശുദ്ധീകരിക്കുവാനാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അന്തരംഗവും ഹൃദയവും അനുദിനം ദൈവത്തിന് പരിശോധിക്കാൻ കൊടുക്കുകയുള്ളൂ. നമ്മുടെ അന്തരംഗവും ഹൃദയവും ഡെയിലി ദൈവം പരിശോധിക്കണം. ദൈവത്തിനാണ് അതിന് അധികാരമുള്ളത്. ഭൂമിയിലെ മനുഷ്യൻ നമ്മുടെ അന്തരംഗവും ഹൃദയവും പരിശോധിച്ചാൽ അതിനുള്ള രോഗങ്ങൾക്ക് മാത്രമേ സൗഖ്യം തരുള്ളൂ. എന്നാൽ നമ്മുടെ അന്തരംഗത്തിലും ഹൃദയത്തിലും കവിഞ്ഞുകൂടിയിരിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന പാപസ്വഭാവത്തെ നീക്കിക്കളയുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്കും കർത്താവിനെ മധ്യേ യാതൊരുവിധ പാപവും യാതൊരു ലംഘനവും ഉണ്ടാകരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവത്തിനും മനുഷ്യരുടെയിൽ ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തുവാ. അപ്പൊ നിങ്ങളും യേശുക്രിസ്തുവായുള്ള ബന്ധത്തിന്റെ നടുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പാപവും സംഭവിക്കരുത്. ഒരു ലംഘനവും കടന്നു വരാൻ പാടില്ല. അങ്ങനെ പാപവും ലംഘനവും നിങ്ങളും കർത്താവും കൂടെ ആ ജീവിക്കുന്നതിനിടയിൽ വന്നാൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം തടയപ്പെടും. പാപം ചെയ്യാൻ പിശാച് പ്രേരണ തരും. അവൻ പ്രോത്സാഹനം തരും. അവനൊരു വീട്ടിലെ പ്രോത്സാഹനങ്ങൾ എത്താൻ നമ്മെ അതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ദൈവം നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിനിടയിൽ നിങ്ങളുടെ ഉള്ളിൽ പാപമോ ലംഘനങ്ങളോ അകൃത്യങ്ങളോ വരാതെ, നിങ്ങളുടെ വഴി അടഞ്ഞു പോകാതെ, നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാലുകളെ ദുർമാർഗങ്ങളിലേക്ക് കൊണ്ടുപോകാതെ, നിങ്ങളുടെ ചിന്തകൾ ദുർമാർഗങ്ങളിലേക്ക് പോകാതെ, ദുഷ്ടനുമായി നിങ്ങൾ കൂട്ടുകൂടി നടക്കാതെ, നിങ്ങളുടെ നിഷ്കളങ്കതയിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് സ്വർഗവാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പൊ നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിനിടയിൽ യാതൊരുവിധ പാപവും ലംഘനവും ഇല്ലാതിരുന്നാൽ അനുഗ്രഹത്തെ ദൈവം നിങ്ങൾക്ക് തടസ്സം കൂടാതെ തരും. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ അന്തരംഗ ഹൃദയം പരിശോധിച്ച് നോക്കണം. പ്രഭാതത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് പോയി വൈകിട്ട് ഭവനത്തിലേക്ക് മടങ്ങിയെത്തി നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങളുടെ അന്തരംഗവും ഹൃദയവും പരിശോധിച്ച് നിങ്ങൾ നിങ്ങളെ നിഷ്കളങ്കതയോടെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ പാപത്തിൽ വസിക്കുക. ലോകത്തിലെ ജനം മുഴുവൻ പാപത്തിലാണ്. നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുക, നിന്റെ നന്മകളെ തകർക്കുക, നിന്റെ ജോലിയെ ഇല്ലായ്മ ചെയ്യുക, നിന്റെ ദേശത്ത് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുവാൻ സാത്താൻ മനുഷ്യരുടെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അതിനെ നീ നന്നായിട്ട് മനസ്സിലാക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ നീക്കിക്കളയേണ്ട കാര്യങ്ങളെ നിങ്ങൾ നീക്കിക്കളഞ്ഞ് വിശുദ്ധിക്കായിട്ടുള്ള തീരുമാനം എടുക്കണം. നിങ്ങളുടെ ശരീരത്തിൽ നീക്കിക്കളയേണ്ടതിനെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. സകല അശുദ്ധി നീക്കിക്കളഞ്ഞിട്ട് വിശുദ്ധി ജീവിക്കാമെന്നുള്ള തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മുടെ ജഡത്തിൽ എന്തുണ്ട്? ജഡത്തിലും ആത്മാവിലും എന്തുണ്ട്? കന്മഷം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ കറകളുണ്ട്. അവയെ നീക്കിക്കളഞ്ഞിട്ട് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പരാജയപ്പെടേണ്ടി വരത്തില്ല. അവനെ ദൈവം മേൽക്കുമേൽ ഉയർത്തുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് 36 വയസ്സ് വരെ പള്ളിയാണ് ഏറ്റവും വലുത്, പള്ളിയുടെ പ്രമാണമാണ് ഏറ്റവും വലുത്, പള്ളിയുടെ അകത്തുള്ള ആളുകൾ അവിടുത്തെ പുരോഹിതനുമാണ്, അവിടെ പണിത് വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളുമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിച്ചു പോയിരുന്ന കാലഘട്ടമുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഭൂമിയിൽ ഉള്ളതിനേക്കാൾ ശ്രേഷ്ഠമായത് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഭൂമിയിലുള്ളതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, സ്വർഗത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് ദൈവവുമായുള്ള ബന്ധത്തിന്റെ നടുവിൽ പാപമോ ലംഘനമോ കടന്നു വരാതെ, എന്റെ വഴി തടസ്സപ്പെടാതെ, എന്റെ ഹൃദയത്തിലുള്ള അശുദ്ധിയെ മുഴുവൻ നീക്കിക്കളഞ്ഞ്, എന്റെ അന്തരംഗത്തിലെ ഹൃദയത്തിലെ വിശുദ്ധിയെ മുഴുവൻ നീക്കിക്കളഞ്ഞ് വിശുദ്ധിയെ തികച്ചു ജീവിക്കണമെന്നൊരു തീരുമാനമെടുത്തപ്പോഴാണ് ഹല്ലേലൂയ എന്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെ കുറ്റപ്പെടുത്തും? നിങ്ങളെ ചിന്തിച്ചു നോക്കിയാൽ അതിപ്പം ക്രൈസ്തവ കുടുംബം മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളെയും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാണ് പാപം അവരെ അടിമത്തത്തിലാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ നീക്കിക്കളയേണ്ടത് നിങ്ങൾ മുഴുവൻ നീക്കിക്കളയണം. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി തന്നെ സ്വയം പരിശോധിച്ച് നോക്കിക്കൊണ്ട് ദൈവമേ എന്നെ ശോധന ചെയ്യണമേ എന്നാ പറയുന്നത്. ഈ മനുഷ്യൻ പറയുന്നത് എന്നെ ശോധന ചെയ്യണം, സ്വയം പരിശോധിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് 139-ാം സങ്കീർത്തനം 23-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങൾ ഏത് മതവിഭാഗത്തിൽ പോയ വ്യക്തിയായിരുന്നാലും, ഏത് മതവിഭാഗത്തിൽ നിന്നാലും, നിങ്ങൾ ഏത് ദൈവങ്ങളെയാണ് വിശ്വസിച്ചാലും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് പരിശോധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ നിലവുകളെ ഒന്ന് പരിശോധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലുള്ളത് എന്താണെന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അതിൽ ആവശ്യമുള്ളതിനെ നിങ്ങൾ എടുത്തിട്ട് ആവശ്യമില്ലാത്തതിനെ നിങ്ങൾ നീക്കിക്കളയണം. അല്ലേ? അതാണ് ദാവീദ് പറയുന്നത്, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. ഹല്ലേലൂയ. ഭൂമിയിൽ ആർക്കും നിങ്ങളുടെ ഹൃദയത്തെ അറിയത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയത്തില്ല. അതുപോലെ സഹോദരി, സഹോദരൻ, എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ഭർത്താവിന്റെ ഹൃദയത്തെ നിനക്ക് അറിയത്തില്ല. അത് പരസ്പരം വഞ്ചനകൾ കൊണ്ട് നിറയപ്പെട്ടതാ, കളവ് കൊണ്ട് നിറയപ്പെട്ടതാ. ഹല്ലേലൂയ. എനിക്കൊരു കുടുംബത്തെ അറിയാം, വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ച് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും. ഹല്ലേലൂയ. പുറമേ കൊണ്ട് നോക്കിയാൽ യാതൊരു കുഴപ്പം പറയാൻ ആളുകൾക്കൊന്നും പറയാനില്ല. പക്ഷെ ആ ഭാര്യ എന്ത് ചെയ്തു? ഭർത്താവിനെ വഞ്ചിച്ചു. ഭർത്താവ് അറിയാതെ തന്റെ ഹൃദയം മറ്റൊരാൾക്ക് പങ്കുവെച്ചു. ഹല്ലേലൂയ. അത് എത്ര കഠിനമായ അനുഭവങ്ങളാണ്. അങ്ങനെ 100 അനുഭവങ്ങൾ അനുഭവമുണ്ട്. എനിക്ക് പലരും കാണിക്കും, പല വിഷയങ്ങൾ എനിക്ക് വരുന്നത്. അതുകൊണ്ടാണ് ആരും പേരെടുത്ത് പറയാൻ നമ്മൾ തയ്യാറല്ല. പക്ഷെ പരസ്പര ഹൃദയങ്ങളെ ആർക്കും അറിയില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയത്തില്ല, ഭർത്താവിന് ഭാര്യയുടെ ഹൃദയത്തെ അറിയത്തില്ല, മക്കളുടെ ഹൃദയത്തെ പോലും നമുക്ക് അറിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ നമ്മുടെ ഹൃദയത്തെ അറിയുന്നവൻ ദൈവമാണ്. നമ്മുടെ ഹൃദയത്തെ അറിയുന്നവൻ ദൈവമാണ്. നമ്മുടെ ഹൃദയത്തെ സൃഷ്ടിച്ചവൻ ദൈവമാണ്.
നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആന്തരംഗത്തിലുള്ള അശുദ്ധിയെ നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിന് വസിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കണമെങ്കിൽ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ആന്തരംഗവും ഹൃദയവും നാം ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമായി. ഈ കാലഘട്ടം വല്ലാത്തതാണ് കേട്ടോ എന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നവൻ യേശുവാ. അതുകൊണ്ടാണ് ദാവീദ് പറയും, എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. ദാവീദിന്റെ ഹൃദയത്തിനകത്ത് അനവധി ചിന്തകളുണ്ട്. അല്ലേരി മനുഷ്യരോട് പങ്കുവെച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ദാവീദിന്റെ നിലവുകളെ മുഴുവൻ അറിയുവാൻ അത് ദൈവത്തിന്റെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവ് പിതാവ് നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന നാളുകൾ എത്രയായി ദൈവത്തിന്റെ വചനം നീ കേൾക്കുന്നു. നാളുകൾ എത്രയായി ദൈവാത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. വചനത്തിലൂടെ, ദർശനത്തിലൂടെ, സ്വപ്നത്തിലൂടെ, വെളിപ്പാടുകളിലൂടെ, ദൈവത്തിന്റെ ദാസന്മാരുടെ പ്രവചന ദൂതുകളിലൂടെ, ദൈവശബ്ദത്തിലൂടെ ആമീൻ ദൈവത്തിനോട് എത്രയോ കാലങ്ങളായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും നിന്റെ ഹൃദയത്തെ നിന്റെ നിലവുകളിൽ കർത്താവിൽ ഏൽപ്പിച്ചു കൊടുത്തതിന് ശോധന ചെയ്ത് നിന്റെ ഹൃദയത്തെ നീക്കിക്കളയാതെ ഇന്നും നീ അശുദ്ധിയുടെ നടുവിലാണോ വസിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിനക്ക് ഉയരുവാൻ കഴിയില്ല. എന്നാൽ നീ നിന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവായ യേശുവിന്റെ കരങ്ങളിൽ നിന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ, നിനക്ക് മുമ്പ് നിൽക്കുന്ന ചെങ്കടൽ പോലെയുള്ള വിഷയങ്ങളെ ദൈവം മാറ്റിക്കളഞ്ഞിട്ട് ഒരു പെരുവഴി ഒരുക്കി തരാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആമീൻ ചിലരൊക്കെ എന്നെ വിളിക്കുവാൻ കാരണമായി അവർ പറഞ്ഞത്, വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു, പാസ്പോർട്ട് ആമെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞിരിക്കുന്നു, പുതുക്കണം, ആമെ വിസ കിട്ടുന്നില്ല, ആ ഒരു രാജ്യത്ത് നടക്കുവാനുള്ള കാർഡുകൾ കിട്ടുന്നില്ല, സാമ്പത്തികമായി പരാജയപ്പെട്ട് സാലറി കിട്ടുന്നില്ല, നാട്ടിലേക്ക് കടന്നിടാൻ കഴിയുന്നില്ല, അപ്പരമ്മോർക്ക് പൈസ അയച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, വളരെ വേദനയില്ല, എല്ലാം കടമ അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ചാൽ നിൽക്കുന്നതൊക്കെ എന്നോട് ചെല്ലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ അങ്ങ് സ്തുതിച്ചു കേട്ടോ. അല്ലേ? കാരണം നാടും വീടും ഒക്കെ വിട്ടുള്ളതും ഒക്കെ വിറ്റ് പെറുക്കി വിദേശത്ത് പോയത് ജീവിക്കാൻ വേണ്ടിയിട്ടാ, കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാ, കുടുംബത്തെ കരുതാൻ വേണ്ടിയിട്ടാ. പക്ഷേ അവിടെ ചെന്നിട്ടും ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ പലരും സങ്കടപ്പെടുന്ന കേട്ടപ്പോൾ അവരുടെ ആ സങ്കട വിഷയങ്ങളെ ഞാൻ ഏറ്റെടുത്തിട്ട് പറഞ്ഞു, ആമീൻ, നിങ്ങൾ കർത്താവിന്റെ കരം ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഹൃദയം അന്തരംഗം അറിയുന്ന ദൈവമുണ്ട്. ആ ദൈവം ഒന്ന് പരിശോധിച്ച് പരീക്ഷിച്ച് നിങ്ങളിന്ന് ശോധന ചെയ്ത് ആമീൻ ദൈവം നിങ്ങളെ ശുദ്ധീകരിച്ചാൽ അതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആരാധനയ്ക്ക് പോകുന്ന വിഷയം പറയുന്നുണ്ട്. അതേ, പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആരാധനയ്ക്ക് പോകുന്ന വിഷയങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ആമീൻ നിന്റെ ഹൃദയത്തിന്റെ ആന്തരംഗത്തിലുള്ള നിലവുകളെ നീ നീക്കിക്കളയാത്രത്തോളം കാലം ആമീൻ നിനക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിത വിശുദ്ധിയായ ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പറയും, ഒറ്റ ആലയത്തിൽ ആരാധിക്കുന്ന, ഒറ്റ ആലയത്തിൽ ആമീൻ ദൈവത്തെ സ്തുതിക്കുന്ന, ഒറ്റ വണ്ടിയിൽ പോയി യാത്ര ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്ന ആലയത്തിൽ കടന്നു പോകുന്നവർ പരസ്പരം മിണ്ടത്തില്ല. ഹല്ലേലൂയ. പിന്നെ എങ്ങനെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും? ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഒന്നിച്ചൊരു വീട്ടിലാണ് മാർക്കുന്നത്, ഒന്നിച്ചൊരു വീട്ടിലാണ് വസിക്കുന്നത്. പക്ഷേ അമ്മായിയമ്മയും മരുമോളും കൂടെ കടുത്ത പോരാണ്, അല്ലെ നാത്തൂമാര് തമ്മിൽ കടുത്ത പോരാണ്. വാമേ നീ നീ എന്ത് കൊണ്ടുവന്നു, നീ എന്ത് തന്നു, നിനക്ക് എന്താണ് ഒരു അവകാശം? ഇങ്ങനെയുള്ള ചോദ്യചിഹ്നങ്ങൾ കുടുംബത്തിനകത്ത് ഉയരുമ്പോൾ ഓർത്തോണം, ഇവിടെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് അല്ലെങ്കിൽ നാളെ അനിഷ്ട സംഭവങ്ങൾ, അനർത്ഥങ്ങൾ സംഭവിപ്പാൻ സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ നിന്റെ കുടുംബത്തെ നീ കാത്തു സൂക്ഷിക്കണം. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. നിഷ്കളങ്കനായ ഒരു വേർപാടുകാരൻ ദൈവത്തോട് പറയുക, യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എന്റെ ആന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ. അതെ, നമ്മൾ ആരും വിശുദ്ധരല്ല. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, ഈ വചനം പറയുമ്പോൾ, ഞാനൊരു വിശുദ്ധനാണെന്ന് ഞാൻ ഒരിക്കലും പൂർണ്ണമായി ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഞാൻ ജഡത്തിൽ വസിക്കുന്നവനാ. എന്റെ സംസാരം കൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ, നിരൂപണ കാര്യങ്ങളിലൊക്കെ തെറ്റുകുറ്റങ്ങൾ കടന്നിട്ട് എനിക്കും ദേഷ്യവും കോപമൊക്കെ കടന്നു വരാം. ഹല്ലേലൂയ. കാരണം ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്ക് എല്ലാവിധ സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഈ സങ്കീർത്തനക്കാരൻ, നിഷ്കളങ്കനായ സങ്കീർത്തനക്കാരൻ, ആ വേർപാട് പാലിക്കുന്ന സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയവും അന്തരംഗം പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മെ ഒന്ന് ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മൾ പലപ്പോഴും പലതും ചെയ്തിട്ട് ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സന്തോഷം കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളൊക്കെ ദൈവത്തോട് ചേർന്ന് വസിക്കണം. ഹല്ലേലൂയ. അവിടെ കാലഘട്ടം വല്ലാത്തൊരു അനുഭവമാണ്. പ്രതിസന്ധികൾ രൂക്ഷമായി കൊണ്ടിരിക്കുക, മനുഷ്യൻ ജീവിതത്തിൽ തകർന്നിരിക്കുക, തരിപ്പണമായിരിക്കുക, എല്ലാം ഉണ്ടെങ്കിലും ഹല്ലേലൂയ ഒന്നും അനുഭവിക്കാൻ യോഗമില്ലാത്തവരായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. കഠിനാധ്വാനിയാണ്, പക്ഷേ എന്താണ് പ്രയോജനം? ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് വചനം പറയാണ്, ഹല്ലേലൂയ, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവജനം പറയുന്നത് 23-24 വാക്യങ്ങളിൽ പറയുന്നത്, അതിശാല പോലെ കണ്ടുള്ള ദൈവത്തിന് മുമ്പാകെ ഭക്തന്റെ ഹൃദയത്തെ പരിശോധനയ്ക്കായി തുറക്കുകയാണ്. നമ്മുടെ ദൈവം ആരാണ്? അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവനാ. അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവന് മുമ്പിൽ സകലവും മത്തവും വല്ലതുമായി കിടക്കുന്ന അവനുമായിട്ട് നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. അവന്റെ സ്ഥലം ഒന്നും മറച്ചു വെക്കാൻ പറ്റിയത്തില്ല. എബ്രായർ 4:13 വായിച്ച് കാണാൻ കഴിയും. അതുകൊണ്ട് ദാവീദ് പറയുക, അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവനോട് പറയുക, കർത്താവേ നിന്റെ ഹൃദയത്തെ ഒന്ന് അറിയണമേ, എന്റെ നിലവുകളെ ഒന്ന് പരിശോധിക്കണമേ, എന്റെ കുറവുകളെ വെളിപ്പെടുത്തി എനിക്കത് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. അത് നിനക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പാപത്തിന്റെ സ്വഭാവങ്ങൾ, പാപത്തിന്റെ ചിന്തകൾ, പാപത്തിന്റെ വശീകരണത്തിനകത്ത് വീണ് ആമൻ ജീവിതത്തിൽ സമാധാനമില്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതമേ, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നതിന്റെ ഹൃദയത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പറയാണ്, തന്റെ ഹൃദയം മാത്രമല്ല ചിന്തകളെയും പരിശോധിക്കാൻ അവൻ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്കത് തന്റെ ഹൃദയത്തെ മാത്രമല്ല അവന്റെ ചിന്തകളെയും പരിശോധിക്കണമെന്ന്. അതെ, നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളാണ് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബമായി സന്തോഷമായി ജീവിച്ച എത്രയോ പേര് സ്വന്തം കുഞ്ഞുങ്ങളെ ആമേലി കെട്ടിത്തൂക്കിട്ടല്ലേ വിഷം തൂക്കെടുത്തിട്ട് ആത്മഹത്യ ചെയ്ത എത്രയോ സംഭവങ്ങൾ. ഹല്ലേലൂയ. സ്വന്തം മക്കളെ അല്ലെങ്കിൽ ആമെ മണ്ണെണ്ണയൊഴിച്ച് വെട്ടൊഴി കത്തിച്ചിട്ട് ആത്മഹത്യ ചെയ്ത മാതാപിതാക്കൾ, ആമെ സ്വന്തം മക്കളെയുടെ തലയിൽ വെച്ചുകൊണ്ട് കുളത്തിലും കിണറ്റിലും ആറ്റിലും പുഴയിലും കടലിലും ചാടിയ അനുഭവങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ. ആമൻ ആരുടെ ഹൃദയത്തിലെ ചിന്തകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ സംഗീതനക്കാരൻ പറയാണ്, നീ എന്റെ ഹൃദയത്തെ മാത്രം അറിഞ്ഞ പോരാ, എന്റെ ചിന്തകളെയും അറിയണമേ. തെറ്റായ മാർഗത്തിലൂടെ, തെറ്റായ വഴിയിലൂടെ പോകുവാൻ സാത്താന്റെ ഹൃദയത്തിൽ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ എന്റെ ജീവിതത്തെ ഇവിടെ അവസാനിപ്പിക്കുവാൻ, എന്റെ ആയുസ്സിലൂടെ അവസാനിപ്പിക്കുവാൻ, എന്നെ മരണത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ എന്റെ ഹൃദയത്തിലുള്ളതിനെ നീക്കിക്കളയണമേ എന്ന് നീ പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിനക്ക് ജീവിതത്തിൽ ജയകരമായ ജീവിതം നയിപ്പാൻ കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ, ഒരു നീതിന്യായ കോടതിയിൽ മുഴുവൻ ഫയലുകളും പരിശോധിക്കാൻ ഏൽപ്പിക്കുന്നത് പോലെയാണ് ആമേ സ്തോത്രം വ്യസനത്തിലുള്ള മാർഗം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. 119 സങ്കീർത്തനം ഹല്ലേലൂയ 24 വാക്യം എന്താണ്? വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലേ, ഒരു നീതിന്യായ കോടതിയിൽ ഹല്ലേലൂയ, നീതിന്യായ കോടതിയിൽ ഹല്ലേലൂയ ഫയലുകൾ മുഴുവൻ പരിശോധനയ്ക്ക് ഏൽപ്പിക്കുന്നതും പോലെയാ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്നെ നീക്കിക്കളയണം. എഫെസ്യർ 4 പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്വഭാവം, ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ, നടക്കുവാൻ, നമുക്ക് ആലോചന നൽകുവാനും, നമ്മെ നേരായ പാതിലൂടെ നടത്തുവാൻ, നമ്മുടെ ഹൃദയത്തെ ആന്തരങ്ങളെ ശോധന ചെയ്ത് നമ്മുടെ നിലവുകളെ അറിയുവാൻ, നമ്മെ അനുദിന ജീവിതത്തിൽ എന്നും ശുദ്ധീകരിച്ച് നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യാതൊന്നിലേക്ക് നീ വീണു പോകരുത്. രക്തം ചെയ്യും. നിങ്ങൾ ശുദ്ധീകരണത്തോടെ വരണം കേട്ടോ. ഹല്ലേലൂയ. ഓർത്ത് നോക്കിക്കേ, ഞാൻ എല്ലാ ദിവസവും പറയുന്നല്ലേ, കുടുംബം എങ്ങനെയാണ് തകരുന്നത്, കുടുംബത്തിലെ സമാധാനം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്, കുടുംബത്തിലെ ജീവിതം എങ്ങനെയാണ് തകരുന്നത്, കുടുംബ സന്തോഷം എങ്ങനെയാണ് തകരുന്നത്. എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളാണ് നമ്മെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സമാധാനപരമായ ജീവിതം, ഒരു നിഷ്കളങ്കനായ മനുഷ്യന്റെ ജീവിതത്തിലെ വേർപാടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എന്റെ ആന്തരവും ഹൃദയം ശോധന ചെയ്യണമെന്ന് ഈ സങ്കീർത്തനക്കാരെ നിലവിളിക്കുന്നത് പോലെ, ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നത് പോലെ നമ്മളും നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരണം. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് നിങ്ങളെ പരിശോധിച്ച് ശുദ്ധീകരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും.
നിങ്ങളെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങളെ ദൈവം പരിശോധിക്കുമ്പോൾ, പരീക്ഷിക്കുമ്പോൾ നിങ്ങളെ നല്ല ഉരുപ്പിടിയ, നല്ല വെള്ളിയായി എന്ന് പറഞ്ഞാൽ വെള്ളി ഊതിക്കഴിച്ചാൽ തപ്പാന് നല്ല ഉരുപ്പിടി കിട്ടുമെന്ന് നമ്മൾ സദസ്സുവാൻ 25:4 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തീയിൽ കൂടെ ശോധന ചെയ്യുന്ന പോലെ ദൈവം നമ്മെ ശോധന ചെയ്തെടുക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും. അപ്പോൾ അവൻ ഹൃദയപൂർവ്വം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മെ ശോധന ചെയ്തെടുത്ത് കഴിയുമ്പോഴാണ്, തീയിൽ കൂടി എന്ന പോലെ നമ്മളെ ശോധന ചെയ്തെടുത്ത് കഴിയുമ്പോൾ ദൈവം നമ്മൾക്കുള്ള അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആമീൻ. ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനെ ബാബേലിൽ ഒന്നുകൂടെ ശക്തമായിട്ട് ദൈവത്തെ ഉപയോഗിക്കേണ്ടി വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനെ നെബൂഖദ്നേസർ രാജാവും തന്റെ ആൾക്കാരും കൂടെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. എരിയുന്ന തീച്ചൂളയിലിട്ടു. കാരണം എന്താ? അവർ ദൂരാ സമൂഹം നിർത്തിക്കുന്ന സ്വർണ്ണബിംബത്തെ, നെബൂഖദ്നേസറിന്റെ സ്വർണ്ണബിംബത്തെ ആരാധിച്ചില്ല എന്നതിന്റെ പേരില് സ്തോത്രം ഹല്ലേലൂയ, അവരെ ഇരിക്കുന്ന തീച്ചുളിയിലിട്ടു. ഒരുപക്ഷെ അഭിപ്രായ ബാലന്മാര് പറഞ്ഞു കാണും, ദൈവമേ എന്റെ ആന്തരവും ഹൃദയം പരിശോധിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു നീതിനായ കോടതിയിൽ ഫയലുകൾ നിരത്തുന്നത് പോലെ ഈ ശദ്രക്കും മേശക്കും ഹൃദയത്തെ ദൈവത്തിന് ലഭിച്ചു കൊടുത്തപ്പോൾ ദൈവം അവരുടെ ഹൃദയത്തിനകത്ത് അത്ഭുതം ചെയ്ത് യഹോവയായി ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് നെബൂഖദ്നേസറിനെ ദൈവം വെളിപ്പെടുത്തി. അതുപോലെ തന്നെ ദാര്യാവേശ് രാജാവിന്റെ കാലഘട്ടത്തിൽ ദാനിയേലിനെ മാറ്റം വരാത്ത നിയമം, പാർശ്വികളും എതിരെ മാറ്റം വരാത്ത നിയമമനുസരിച്ച് രേഖ എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദാനിയേലും ദിവസം ചെയ്തു പോരുന്ന പോലെ തന്നെ മാളിയുടെ കിളിവാതിൽ തുറന്നിട്ടിട്ട് താൻ ചെയ്തു വന്നപോലെ ദിവസം 3 നേരം പ്രാർത്ഥിച്ചു വന്ന് നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. അതിന്റെ 10-ാമത്തെ വാക്യം നിങ്ങൾ വരണം, അതിനുപോലുള്ള വാക്യങ്ങൾ വായിക്കണം. എന്താണ് സംഭവിച്ചത്? സിംഹത്തിന്റെ ഗുഹയിലേക്ക് ദാനിയേലിനെ കൊണ്ടെറിഞ്ഞെങ്കിലും ദൈവം എന്ത് ചെയ്തു? ദൂതനെ ഇറക്കി സിംഹത്തിന്റെ വായടച്ച് കളഞ്ഞു. ദാനിയേലിന് ഒരു കേടും കൂടാതെ ദൈവം സൂക്ഷിച്ചു. ദാര്യാവേശ് രാജാവിന് മനസ്സിലായി ഇവൻ സേവിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം. പിന്നത്തെ എന്ത് ചെയ്തു? ദേശത്ത് പ്രധാനിയായി മാറി. അത് ദൈവത്തിന് ചിലത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ചില തീയിൽ കൂടി എന്ന പോലെ നമ്മൾ ശോധനയുടെ കടത്തിവിടും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് ഒരു എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മെ ഒന്ന് അഗ്നിശുദ്ധീകരണം നടത്തും. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പലപ്പോഴും ദൈവത്തിന്റെ അഗ്നിശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. കർത്താവേ, എന്നൊരു അഗ്നിശുദ്ധീകരണം നടത്തണം. എന്റെ കുറവുകൾ, എന്റെ ഹൃദയത്വം, എന്റെ അന്തരംഗം, എന്റെ ചിന്തകളേക്ക് ഒന്ന് പരിശോധിച്ച്, എന്റെ നിലവുകളേക്ക് ഒന്ന് പരിശോധിച്ച് കർത്താവേ, അങ്ങേക്ക് പ്രയോജനപ്പെടുന്നത് പോലെ എന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കഴിയത്തില്ല. കാരണം തീയിൽ കൂടി എന്ന പോലെ ശോധന ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ ദൈവം അങ്ങനെ ശോധന ചെയ്താൽ നമുക്ക് ഒരുപക്ഷെ താങ്ങാൻ പറ്റില്ല. പക്ഷേ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഞാൻ വസിക്കുന്ന ഭൂമി പാപം കൊണ്ട് നിറയതാണ്. ഞാൻ നിൽക്കുന്ന സമൂഹം പാപമാണ്. ഞാൻ നിൽക്കുന്ന കൂട്ടുകെട്ടുകളെല്ലാം പാപത്തിൽ വസിക്കുന്നവരാണ്. ആരോട് ചോദിച്ചാൽ അവർക്ക് നല്ല വാക്കുകൾ പറയുവാനില്ല. അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്കകത്തെല്ലാം കടുത്ത സ്വതമല്ലിയ കടുത്ത കോപത്തിന്റെ പ്രതികാരത്തിന്റെ അനുഭവങ്ങൾ, രുചികൾ, ചുവകളുള്ളത് കാണുവാൻ കഴിയും. അല്ലേ? അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന ഭൂമി, ഞാൻ നിൽക്കുന്ന സ്ഥലവും, ഞാൻ നിൽക്കുന്ന സമൂഹവും ഒക്കെ നിൽക്കുന്നതിന്റെ നടുവിൽ ഞാൻ നിൽക്കും. കർത്താവ് തീയിലൂടെ എന്നപോലെ ശോധന ചെയ്തെടുക്കണമെന്ന് പറയും. അത് നിങ്ങൾ കുടുംബത്തിലായാലും അങ്ങനെ കേട്ടോ. അല്ലേ? അപ്പൊ ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനെ ദാനിയേലിലേക്ക് ദൈവം എന്ത് ചെയ്തു? കടുത്ത ശോധനയുടെ കടത്തി വിട്ടു. അതുപോലെ തന്നെ ഈ സംഗീതക്കാരൻ പറയുകയാണ്, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്തണമേ, എന്റെ ആന്തരം ഹൃദയം ഒന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. അതെ, നമുക്കത് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയുകയാണ്, ഹല്ലേലൂയ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. 3-ാമത്തെ 5-ാം വാക്യം, പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. സഹജനത്തോട് പറയുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സ്തോത്രം. അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റ് ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാനിരികെ വന്നു. മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ച് 3 ദിവസം കഴിഞ്ഞു. ഹല്ലേലൂയ. അവർ ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാന്റെ കരയിൽ വന്നു. യോർദാൻ കടക്കണം. ഹല്ലേലൂയ. 3 ദിവസം അവർ പാർത്തു. ഹല്ലേലൂയ. 3 ദിവസം പാർത്തും 3 ദിവസം ഉപവാസമാണ്. ഹല്ലേലൂയ. പാർത്തു. ഹല്ലേലൂയ, സ്തോത്രം. 3 ദിവസം കഴിഞ്ഞിട്ട്
അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചതെന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം, അതിനോട് അടുക്കരുത്. അങ്ങനെ അല്ലെങ്കിൽ സ്തോത്രം, നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അവൻ അതിശയം പ്രവർത്തിക്കും. അത് നമ്മളെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമാണ്. ചരിത്ര പശ്ചാത്തലം വായിക്കുമ്പോൾ കാണുന്നത് ഈ യോർദാൻ വിഭജിക്കപ്പെടുന്നതാണ്. ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത കനാലിലേക്ക് പ്രവേശിക്കണം, യോർദാൻ കടക്കണം. യോർദാൻ എന്ന് പറയുന്ന വലിയ വെല്ലുവിളിയായിട്ടാണോ നിൽക്കുക. വർഷകാലത്തും വേനൽക്കാലത്തും കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ എന്നൊക്കെ അതിനെ പറയുന്നത്. അപ്പൊ ഈ യോർദാൻ കടക്കണമെങ്കിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തേ മതിയാകുള്ളൂ എന്ന് യോശുവയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് യോശുവ പറയുന്നത്. അപ്പം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് സാഹചര്യം ജലത്തിന് മുമ്പിൽ ചെങ്കടൽ വിഭജിക്കപ്പെട്ട് അവർ ഉണങ്ങിയ നിലത്തുകൂടി മറുകര കടന്നതുപോലെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ഒരു യോർദാൻ നദി വിഭജിക്കപ്പെടണം. അല്ലേ? അന്ന് മോശ ചെങ്കടലിനെ വിഭാഗിച്ചു. അല്ലേറിയ ഇപ്പം മോശയ്ക്ക് ശേഷം യോശുവയാണ്. യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ എന്ന് വിഭാഗിച്ചു കിട്ടണം. അല്ലേറിയ യോർദാൻ പ്രശ്നമായിട്ട്, അതെ, നിന്റെ മുമ്പിൽ ചെങ്കടൽ പോലെ വിഷയമായിരുന്നാലും യോർദാൻ പോലെയുള്ള പ്രശ്നം നിന്നാലും ചെങ്കടലിനെ വിഭാഗിച്ചു കൊടുത്തൊരു ദൈവമുണ്ട്, യോർദാനെ വിഭാഗിച്ചു കൊടുത്ത ദൈവമുണ്ട്. ശ്രോതാവേ, അവൻ നിന്റെയും ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നവന് രക്തം ചെയ്യും. അതുകൊണ്ട് ഇവിടെ വചനം പറയുകയാണ്. അല്ലേറിയ അവർ ഉണങ്ങി അല്ലേ സ്തോത്രം. അല്ലേറിയ വാഗ്ദത്തനാട്ടിലേക്ക് പ്രവേശിക്കുകയും ജലത്തിനുള്ളിൽ യോർദാൻ നദി വിഭജിക്കപ്പെടുകയും അവർ ഉണങ്ങിയ നിലത്തുകൂടി മറുകര കടക്കുകയും ചെയ്യുന്നു. ചെങ്കടൽ കടക്കുവാൻ മോശയുടെ കയ്യിൽ ദൈവം കൊടുത്ത വടിയുണ്ടായിരുന്നു. എന്നാൽ യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടക്കുവാൻ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, നിയമപ്പെട്ടകം വഹിച്ചുകൊണ്ടുള്ള പുരോഹിതന്മാർ വെള്ളത്തിലിറങ്ങണമായിരുന്നു. അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങണം. കാരണം മോശ ചെങ്കടലിനെ വടി നീട്ടിയപ്പോൾ ദൈവം കിഴക്കും കണ്ടിട്ട് ചെങ്കടലിനെ നടുവിൽ വായിച്ചു. എന്നാൽ യോർദാനെ വിവാഹണെങ്കിലും നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ യോർദാനിൽ വെക്കണം. അല്ലൊരീസോ. എന്നാൽ ഏലിയാവും ഏലിസയും പുതപ്പടിച്ചാണ് യോർദാനെ വിഭാഗിച്ചത്. അല്ലേരിയ സ്തോത്രം. അല്ലേരിയ. അത് ദൈവം നിന്റെ മുമ്പിൽ ചില അതിശയങ്ങൾ ചെയ്യും കേട്ടോ. നിങ്ങളെ ഇന്ന് പകൽ ശുദ്ധീകരിക്കുന്നെങ്കിൽ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണമെങ്കിൽ, അല്ലേരിയ ചില ശുദ്ധീകരണം ഇന്ന് പകൽ നടക്കണം. നീ നിന്നെ തന്നെ ശുദ്ധീകരിച്ച ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുവാനുണ്ട്. ഇന്ന് പകൽ കരഞ്ഞു കലങ്ങിയ ഹൃദയവുമായി കണ്ണുനീരുമായി വേദനയോടെ ഇരിക്കുന്ന മാതാപിതാവേ, ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിനും വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നിന്റെ തലമുറയുള്ള ബന്ധത്തിൽ, നിന്റെ ജോലിയുള്ള ബന്ധത്തിൽ, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഏതായിരുന്നാലും അതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. കർത്താവ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കർത്താവ് നിങ്ങളെ ഭയങ്കര സ്നേഹമാണ്. ഞാനെപ്പോഴും കർത്താവ് അങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ ഞാൻ നിൽക്കുന്നത്. ലേലിയ സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം കഠിനമായ ശോധനയിലൂടെ കടന്നു പോകുന്നവരാ. കഠിനമായ ശോധന നമുക്കുണ്ട്. ആ ഒരു കഠിനമായ ശോധന നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആ കഠിനമായ ശോധന നമ്മൾ പിറുവിറുക്കരുത്. ദൈവത്തോട് മത്സരിക്കരുത്, ദൈവത്തോട് വെല്ലുവിളിക്കരുത്. അതുകൊണ്ടാണ് തീയിൽ കൂടി എന്ന പോലെ നമ്മളെ ശോധന ചെയ്യുവാൻ പ്രാർത്ഥിക്കുമ്പോൾ, കഠിനമായ ശോധനകൾ കടന്നു വരുമ്പോൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ വെല്ലുവിളിക്കരുത്. ചിലർക്ക് ദൈവത്തെ വെല്ലുവിളിക്കുന്ന കാണാൻ കഴിയും. അതൊരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം സംഭവിക്കുക. കണക്ക് നമ്മൾ ഒരുപാട് ഭാരങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ വിശ്വാസം പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലേരിയ. അവിടെ ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടരുത്. ഒന്നിനെക്കുറിച്ച് നീ ഭയപ്പെടരുത്. എല്ലാറ്റിനും നിങ്ങൾ സ്തോത്രം ചെയ്യണം. അല്ലേരിയ സ്തോത്രം. അപ്പൊ നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം. അല്ലേരിയ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടമെന്ന് നമ്മൾ 1 ദശമിക്കനെ 5-16 വാക്യങ്ങൾ വായിച്ചെന്ന് കാണാൻ കഴിയും. അല്ലെങ്കിൽ കാരണം നമ്മുടെ ദൈവ ഇഷ്ടം എന്താണ് അത് നമ്മളിൽ കൂടെ നിറവേറണം. രക്തം ചെയ്യണം. അപ്പൊ നിങ്ങളുടെ മനസ്സിനകത്തെ ചിന്തകളും നിലവുകളും ഒക്കെ ഒന്ന് മാറ്റിക്കളയണം കേട്ടോ. അങ്ങനെ മാറ്റുമ്പോഴാണ് ചിലർക്കൊക്കെ മനസ്സിനകത്ത് മുഴുവൻ മദ്യപിക്കണം, പുകവലിക്കണം, വഴക്കുണ്ടാക്കണം, അടിയുണ്ടാക്കണം, കുടുംബകലമുണ്ടാക്കണം, സമൂഹത്തിൽ കലമുണ്ടാക്കണം, രാഷ്ട്രീയം സൃഷ്ടിക്കണം, സൗത്രം, അങ്ങനെ മനുഷ്യനെ തല്ലണം, വെട്ടണം, കുത്തണം, രക്തം ചൊരിയിക്കണം, പ്രതികാരം തീർക്കണം. അങ്ങനെയൊക്കെ പല മനുഷ്യരുടെയും നിലവുകൾ.
അധികാരികൾ എങ്ങനെ അധികാരം പിടിച്ചെടുക്കണം, അതുകൊണ്ട് ജനത്തെ ഏതെങ്കിലും വിധത്തിൽ വളയ്ക്കണം, ഒട്ടിക്കണം, ജനത്തെ തകർക്കണം, പിന്നെ ജനത്തിന്റെ കയ്യിൽ നിന്നുള്ളതെല്ലാം പിടിച്ചു വാങ്ങണം, വലിച്ചെടുക്കണം. അങ്ങനെയൊക്കെ അധികാരികൾ അല്ലേ ഇരിക്കുക. അങ്ങനെ എല്ലാം മേഖലയും തകർന്ന തരിപ്പണമായി താറുമാറായി കിടക്കുക അല്ലേ ഇരിക്കുക. മനുഷ്യന്റെ ജീവിതം കുണ്ടും കുഴിയും പിടിച്ച റോഡ് പോരാ അല്ലേ. കുണ്ടും കുഴിയും പിടിച്ച റോഡിലൂടെ ഒരു നല്ല വാഹനത്തിൽ നന്നായി പോകാൻ പറ്റില്ല, ഒരു സൈക്കിളിന് പോലും ഓടിക്കാൻ പറ്റത്തില്ല, എപ്പോഴും മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ ഹൃദയം കുണ്ടും കുഴിയും പിടിച്ച റോഡ് പോരാ, മനുഷ്യന്റെ ജീവിതം കുണ്ടും കുഴിയും പിടിച്ച റോഡ് പോരാ, എല്ലാം ഏത് സമയത്തും തകർക്കപ്പെടാൻ സാധ്യതയുണ്ട് അല്ലേ. അതിന്റെ നടുവിലാണ് ഈ നിഷ്കളങ്കനായ വേർപാടുകാരൻ ദൈവത്തെ നിലവിളിച്ചതുപോലെ ഞാൻ നിങ്ങൾ ദൈവത്തെ നിലവിളിക്കണം. യഹോവേ, എന്നെ പരീക്ഷിച്ചെന്റെ എന്നെ പരീക്ഷിച്ച് എന്നെ ശോധന ചെയ്യണമേ, എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ അല്ലേ. നമുക്ക് നിലവിളി പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. പ്രാർത്ഥനയ്ക്ക് നമുക്കറിയാം, കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം, ഭാരതം, ലോക രാജ്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് നിരപരാധികളായിരിക്കുന്ന കന്യാസ്ത്രീകളെ ജയിലടച്ച വിഷയമാണ് അല്ലേ. അവർ ചെയ്ത് തെറ്റെന്താ? കഴിഞ്ഞ ദിവസം പറ അവർ ചെയ്ത് തെറ്റാണ്, ചെയ്ത് പാപം എന്താണ്? അവർ ആതുര സേവന രംഗത്ത് മനുഷ്യർക്ക് വേണ്ടുന്ന നന്മകൾ ചെയ്തു കൊടുത്താണ് അവർ ചെയ്ത പാപം. അതെവിടെ വെച്ച് എന്റെ ഈ കോടതിയിൽ ചെന്നു അല്ലേ. അതിനുള്ള തെറ്റുകുറ്റങ്ങൾ എന്താണ് ക്രൈസ്തവ മിഷന്മാർ ചെയ്യുന്നത്, ക്രൈസ്തവ കന്യാസ്ത്രീകൾ ചെയ്യുന്നത്, ദൈവ പാസ്റ്റർമാർ ചെയ്യുന്നത്? ആരെയും മതപരിവർത്തനം, മതം മാറ്റം ഒന്നും ചെയ്യാറില്ല. പക്ഷെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ ഏൽപ്പിച്ച സുവിശേഷം ഞങ്ങൾ വിളിച്ചു പറയാറുണ്ട്. കർത്താവായ യേശുക്രിസ്തു കാണിച്ചു തന്ന സുവിശേഷം വിളിച്ചു പറഞ്ഞ സുവിശേഷം തന്റെ ശിഷ്യന്മാർ വിളിച്ചു പറയുമ്പോൾ അതിനെ നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു? സുവിശേഷത്തെ നിങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ ശ്രോതാവേ, ക്രൈസ്തവ മിഷണറിമാരെ, അവരുടെ കന്യാസ്ത്രീകളെ, ക്രൈസ്തവ ഭാഗത്തിലുള്ള ദൈവ പാസ്റ്റർമാരെ, അവിശ്വാസികളെ, എന്തിനാണ് നിങ്ങൾ അവരെ എതിർക്കുന്നത്? സുവിശേഷത്തെ എന്തിനാണ് എതിർക്കുന്നത്? എന്തിനാണ് നിങ്ങൾ സുവിശേഷത്തെ ഭയപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ ഭയപ്പെടുന്നത്? അപ്പൊ സത്യം അവർ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാം, സത്യം അവർ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായതുകൊണ്ട് സത്യത്തെ വളച്ചൊടിക്കും മറ്റൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടല്ലേ ശ്രോതാവേ നിങ്ങൾ ക്രൈസ്തവ മിഷണറിമാരെ, ക്രൈസ്തവ കന്യാസികളെ, പാസ്റ്റർമാരെ, വിശ്വാസികളെ നിർദ്ദോഷം പിടിച്ച് ഉപദ്രവിച്ച് പീഡിപ്പിച്ച് തന്നെയും വെട്ടിയും കുത്തിയും കൊന്ന് കള്ളക്കേസ് പ്രതിയാക്കി ജയിലിലടയ്ക്കുന്നത് അവർ സത്യം വിളിച്ചു പറയുന്നത് കൊണ്ടല്ലേ? അതെ, സത്യം വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങൾക്കറിയാതെ നിങ്ങളെപ്പോലെ പ്രതികരിക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ പ്രതികരിക്കാത്തത് എന്താണെന്നറിയാവോ? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. യേശു പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്നാണ് യേശു പറഞ്ഞത്. അതുകൊണ്ടാണ് ശ്രോതാവേ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അല്ലേലൂയ. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യുന്നവരല്ല. അവർ മതപരിവർത്തനം ചെയ്യുന്നില്ല, അവർ മനുഷ്യക്കടത്ത് ചെയ്യുന്നില്ല, അവരാരെയും പിടിച്ചു വലിച്ചുകൊണ്ട് അവർ സഭയിലേക്ക് കൊണ്ടുപോകുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന വിഷയമായി കടന്നു വരുമ്പോൾ അവർ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ലോകം മുഴുവൻ പാപത്തിന്റെ അത്തമ്മ പാതാളത്തിൽ വീണ് കിടക്കുക. മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിലവുകൾ, അവന്റെ ഹൃദയത്തിലെ ചിന്തകളെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ നീതിനായ കോടതിയിൽ ഒരു ജഡ്ജിയുടെ മുമ്പിൽ നമ്മൾ ഫയലുകൾ നിരത്തി വെച്ച് ആ ഫയലിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, അതിനകത്തെ പരാതികൾ ഒരു പരിഹാരം വരുത്തുന്ന പോലെ യഥാർത്ഥ നീതിനായ കോടതിയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു സ്വർഗരാജ്യത്തിൽ നീതിനായ വ്യവസ്ഥയ്ക്ക് യഥാർത്ഥമായ ന്യായം വിധിക്കുന്ന ജഡ്ജിയായിരിക്കുന്ന അവിടെ സുപ്രീം കോടതി ജഡ്ജി പോലെ തന്നെ നമ്മുടെ സ്വർഗത്തിൽ അല്ലെ നമുക്ക് വേണ്ടി സ്ഥിരമായി ന്യായപാലനം ചെയ്യുന്ന നീതിനായ കോടതിയുടെ യഥാർത്ഥ ജഡ്ജിയായിരിക്കുന്ന യേശുവിന്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഫയലുകളെ മുഴുവൻ നിങ്ങൾ നിരത്തി വെച്ചിട്ട് നിങ്ങൾ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എന്റെ അന്തരംഗവും എന്റെ ഹൃദയം അത് പരിശോധിക്കണമേ, എന്റെ നിലവുകളെ എല്ലാവരും പരിശോധിക്കണമേ. അത് ദൈവം നിന്നെ നേരായ മാതയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. അതുകൊണ്ട് തകരുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. അതുകൊണ്ട് പൗലോസ് പറയുക, ഇങ്ങനെ എഴുതിയ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സ് ഓർപ്പിച്ച് ആരാധനയ്ക്കായി. പൗലോസ് പറയാ, പ്രഭാലേഖനം 12 നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ പറയാണ്, ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. ഹല്ലേലൂയ. അതെ, ദൈവത്തിന് ആരാധന കൊടുക്കുന്ന ഹൃദയം ജീവനും വിശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ ആരാധനയ്ക്ക് ജീവൻ ഉണ്ടായിരിക്കണം. നമ്മുടെ ആരാധന ജീവൻ വെളിപ്പെടണം. അതുകൊണ്ടാണ് പറയുന്നത്, ഹല്ലേലൂയ, സ്വന്തം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം.
പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. അതെ, അത് എന്നെ കേൾക്കുന്ന ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിശുദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ മാനിച്ച് മഹത്വപ്പെടുത്തും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ മാനിച്ച് ശുദ്ധീകരിക്കും. എന്തുകൊണ്ടാണ് ലോക രാജ്യങ്ങൾക്ക് സമാധാനമില്ലാത്ത? ലോക രാജ്യങ്ങൾ തമ്മിൽ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ലോക രാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് എന്തുകൊണ്ടാണ്? രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുന്നത്, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന് ഒരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? പരസ്പരം സ്നേഹിപ്പാൻ കഴിയാത്തത് കൊണ്ടും ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ സമൂഹമാണ് രാഷ്ട്രങ്ങൾ കിടക്കുന്നത് കൊണ്ടും അവരുടെ ഹൃദയത്തിലെ ചിന്തകളും ഭാവങ്ങളും മറ്റുള്ളവരെ തകർക്ക രക്തപ്പുഴ ഒഴുകുക എന്നുള്ളതായതുകൊണ്ടാണ് ലോക രാജ്യങ്ങൾ തമ്മിൽ സംഘർഷത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ആരാധിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഭൂമി ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് സംഘർഷമുഖരിതമായ പാപങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണം, രക്തം ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറയാണ്, അന്ന് കനാനെ അവകാശമാക്കുവാൻ ഇസ്രായേൽ ജനം ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ കനാന്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും അവർക്ക് അവകാശമാക്കി ദൈവം കൊടുത്തു. ഹല്ലേലൂയ. യോശുവ പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. യഹോവ നാളെ നിങ്ങളിൽ അതിശയം പ്രവർത്തിക്കും. ചെങ്കടൽ വിഭാഗിച്ചു. ഹല്ലേലൂയ. യഹോവയായ ദൈവം ഹല്ലേലൂയ ഇസ്രായേലിനെ ചെങ്കടൽ കടത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരുടെ യാത്രയിൽ പിന്നത്തേതിൽ ദൈവം അവർക്ക് എന്ത് ചെയ്തു? കനാനിലെ എല്ലാ നന്മകളും അനുഗ്രഹം നൽകി. അതുകൊണ്ട് നമ്മുടെ സ്വർഗീയ കനാനാകുന്ന സ്വർഗ രാജ്യത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും വാഗ്ദത്ത കനാനിലേക്ക് മരുഭൂമിയിലൂടെ നടന്നതുപോലെ പുതിയ നിയമസം നാം നമ്മുടെ സ്വർഗീയ ഖനാനായിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക, യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ സ്വർഗീയ യാത്രയിലേക്ക് പോകുമ്പോൾ സ്വർഗം വിശുദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധി കൊണ്ട് നിറയപ്പെടണം. ഈശോ അതുകൊണ്ടാണ് ഈശോ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. കനാലിലേക്ക് പ്രവേശിച്ച് ശുദ്ധീകരണം ആവശ്യമാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച ശുദ്ധീകരണം ആവശ്യം. സ്വർഗം വിശുദ്ധിയുള്ളതാണ്. സ്വർഗം അവിടെ വിശുദ്ധന്മാരുണ്ട്. ഹല്ലേലൂയ. അവിടെ വിശുദ്ധന്മാരുണ്ട്, ദൂതന്മാരുണ്ട്, കെരൂബുകളുണ്ട്, സാറാവുകളുണ്ട്. അവിടെ ആരാധനയുണ്ട്. ഹല്ലേലൂയ. ആരാധനയുണ്ട്. അവിടെ പിതാവിന്റെ മഹത്വവും പുത്രന്റെ വിശുദ്ധിയും പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങളുണ്ട്. അതിവിശുദ്ധ സ്ഥലമാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് ചേരുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം വിശുദ്ധി വേണം. ഹല്ലേലൂയ. കാരണം സമാഗമന കൂടാരത്തെ കുറിച്ച് നമുക്കറിയാം. പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലമുണ്ട്. ആണ്ടിലൊരിക്കൽ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് പുരോഹിതന് ചെല്ലുവാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലമായി സ്വർഗീയ കനാലിലേക്ക് പ്രവേശിക്കാൻ, സ്വർഗരാജ്യത്ത് പ്രവേശിപ്പാൻ നമുക്ക് വിശുദ്ധി ആവശ്യമാണ്. ഹല്ലേലൂയ. ആശ്ചര്യമായി കല്ലെറിയ നമ്മൾ സമാഗമന കൂടാരത്തിൽ അതിപരിശുദ്ധ സ്ഥലം കാണുന്നത് പോലെ ഈ പുതിയ നിയമസഭയുടെ വിശ്വാസത്താൽ അതിവിശുദ്ധ സ്ഥലമായിരിക്കുന്ന സ്വർഗീയ കനാനെ നീ കാണണം, സ്വർഗരാജ്യത്തെ കാണണം. അവിടെ വിശുദ്ധന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ഒരു തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വർഗീയവാദികൾക്കും ഇവിടെ മനുഷ്യന്റെ രക്തം ചൊരിക്കുന്ന, ഇവിടെ അക്രമം സൃഷ്ടിക്കുന്ന ഒരു ഭരണ സംവിധാനങ്ങൾക്കും രാജ്യങ്ങൾക്കും സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയില്ല. അശുദ്ധമായതിനൊന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഈ ലോകത്തിന് അനുപരെ തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടു വരുന്ന ശ്രോതാവെ, നിനക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. റോമാലേഖനം 12:2 നിങ്ങൾ വായിച്ചു നോക്കണം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ എല്ലാ മർമ്മങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് സത്യവേദ പുസ്തകത്തിൽ. താങ്കളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്, താങ്കളുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട്, താങ്കളുടെ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്, താങ്കളുടെ ഭാര്യയെ കുറിച്ചും താങ്കളുടെ അപ്പനെ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. താങ്കൾ എവിടെ ജനിക്കണമെന്നും എവിടെ ജീവിക്കണമെന്നും ആർക്ക് ജനിക്കണമെന്നും ഏത് കുടുംബത്തിൽ ജനിക്കണം, ഏത് രാജ്യത്ത് ജനിക്കണം, ഏത് ഭാഷക്കാരാണ് ജനിക്കണമെന്നൊക്കെ ദൈവം നേരത്തെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അല്ല, ഇതൊന്നും പൊട്ടിപ്പുറപ്പെട്ട് വന്നതൊന്നും അല്ല കേട്ടോ. നിങ്ങളെക്കുറിച്ച് താങ്കൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ തന്നെ ഇതെല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്ന 139 സംഗീതം വായിച്ചു നോക്ക്. അവിടെ അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
ഏലിയ. അപ്പൊ നിയമിക്കപ്പെട്ട നാൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെക്കുറിച്ച് നിന്നെക്കുറിച്ചെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമാതാവ് പിതാ മടങ്ങുക. വിശുദ്ധന്മാർ ധൈര്യമുള്ളവരാകുന്നു. ഹല്ലേലൂയ. അവർ സിംഹത്തെ പോലെ ഏത് സാഹചര്യത്തെയും ഭയപ്പെടാതെ ഏതൊരു ദുഷ്ട മനുഷ്യനെ കുറിച്ചും ഹല്ലേലൂയ കലങ്ങാതെ ധൈര്യമായിരിക്കും. ദൈവമക്കൾ എന്ത് ചെയ്യുന്ന യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്ന ആമീൻ ദൈവത്തിന്റെ ബാലസിംഹങ്ങളാണ് ഇവിടുത്തെ വിശ്വാസികൾ. അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം ആരാണ്? കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ മക്കൾ ബാലസിംഹങ്ങളെ പോലെ ഈ ലോകത്തിലെ ഏത് ദുഷ്ടനെയും ഏത് പാപി ഏത് അതിക്രമക്കാരൻ ഏത് തീവ്രവാദി ഭീകരവാദി വർഗീയവാദി ജയിപ്പാൻ ധൈര്യമുള്ളവരാ. അതുകൊണ്ട് ഞങ്ങളുടെ യഹൂദാഗോത്രത്തിലെ യഹൂദാഗോത്ര സിംഹമായിരിക്കുന്ന കർത്താവാൻ യേശുക്രിസ്തുവിന്റെ മക്കളായിരിക്കും ബാലസിംഹങ്ങൾ പ്രതിസന്ധികളെ കണ്ട് തളരുന്നവരല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മൾ അല്ലെങ്കിൽ അവരെ ചലിപ്പിക്കുവാൻ ഈ ലോകത്തിലുള്ള യാതൊന്നിനും കഴിയതുമില്ല. ദൈവമക്കളെ വിരട്ടുവാൻ ഭയപ്പെടുത്തുവാൻ സുവിശേഷത്തെ പിന്തിരിപ്പാൻ സുവിശേഷത്തിൽ നിന്ന് വിലക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ലോകമുള്ളിടത്തോളം കാലം കർത്താവിന്റെ വരവ് വരെ ദൈവസഭ സുവിശേഷം പറയും. ജയിലടച്ചാലും കൊന്നാലും വെടിവെച്ച് കൊന്നാലും സ്തോത്രം സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. രക്തം ജയം. ഹല്ലേലൂയ. നിങ്ങൾ ജയം പ്രാപിക്കുവാനായി വിളിക്കപ്പെട്ടവരാ. നിങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. നീ പരാജയപ്പെട്ടു പോകരുത്. വിശുദ്ധിയോടെ ജീവിച്ച ദാനിയേലിന്റെ ജയത്തിൽ അവസാനം കാണാൻ വിശുദ്ധിയോടെ ജീവിച്ച ദാനിയേൽ എന്ത് ചെയ്തു? ജയശ്രീരാളിനായി മാറി. ദാനിയേൽ 6:26 വായിച്ചു നോക്കുക. ഭാഗത്തേക്ക് സമയമില്ല. വിശുദ്ധിയിൽ ജീവിച്ച ദാനിയേൽ അവസാനം സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ടിട്ടും അവിടുന്ന് ജീവനോടെ കയറ്റി ജയശ്രീരാളിനായി മാറി. അതെ, പരിശോധനകളുടെ നടുവിലാണ് നിന്നെ ജയത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ കാര്യം ജയമായിരിക്കും. നിങ്ങൾ പരാജയപ്പെടുകയില്ല. നിങ്ങൾ തല കുനിക്കേണ്ടി വരത്തില്ല. ആകയാൽ നിങ്ങൾ തന്നെ ശോധന ചെയ്ത് വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധനെയും വിശുദ്ധീകരിക്കട്ടെ എന്നാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22:11 വായിച്ചു നോക്കണം കേട്ടോ. 22:11 വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവനി അഴുക്കാടട്ടെ, നീതിമാനിനെയും നീതി ചെയ്യട്ടെ, വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. അത് യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഏറ്റുവാസനമായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ സംഗീതക്കാരനെ പോലെ തന്നെ നമ്മളെ ഒന്ന് ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. എന്താണ് വചനം വായിച്ചത്? ഹല്ലേലൂയ. സ്തോത്രം. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ. നിഷ്കളങ്കനായ വേർപാടുകാരന്റെ പ്രാർത്ഥന പോലെ ഇന്ന് പകൽ മാതാവേ പിതാവേ നിന്നെ ദൈവസ്ഥനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ കാണുകയെ ദൈവം തുടങ്ങി നിന്റെ സകല കഷ്ടങ്ങളും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ നടത്തിപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടി ജനം തലമുറ നടത്തിപ്പെടാതെ ലോകരായ 800 കോടി ജനത്തിനായി മത സാമൂഹിക സംസ്കാര മാധ്യമ മീഡിയ രംഗം സയൻസ് എഞ്ചിനീയർമാർ ആമിയുടെ ശേഷത്തിൽ മാലിക് കൗമാരി യൗവനത്തിലും ആത്മീയത്തിൽ ഐശ്വര്യം യാചകരുമായിരിക്കുന്ന എല്ലാ രാഷ്ട്ര തലവന്മാരെയും എല്ലാ രാഷ്ട്ര ഭരണാധികാരികളെയും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെയും അപ്പോൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ജനസമാധാനത്തിലേക്ക് മടങ്ങി വരട്ടെ, സ്വസ്ഥതയിലേക്ക് മടങ്ങി വരട്ടെ. രാഷ്ട്രീയ കലാപവും വർഗീയ കലാപവും പെരുകുന്ന ഈ ഭൂമിയിൽ സുവിശേഷത്തെ തകർത്തുകളിൽ സാത്താന്യ ശക്തികൾ തീവ്രവാദികൾ ഭീകരവും വർഗീയവാദികൾ ഒന്നിച്ചെഴുന്നേൽക്കുമ്പോൾ നടുവിൽ കർത്താവ് ഈ ദിവസം ജനം ഉണരേണ്ടനായി പ്രാർത്ഥിക്കും. ദാവീദിനെ പോലെ ഹൃദയവും അന്തരംഗവും പരിശോധിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഹൃദയവും അന്തരംഗം ഏൽപ്പിച്ച് ഹൃദയത്തിന്റെ നിലവിലെ ചിന്തകളെ കർത്താവ് നീക്കി വിശുദ്ധീകരണം പ്രാപിപ്പാൻ ജനത്തെ ഒരുക്കണമേ. മദ്യവുമായി പഞ്ചലകരി പദാർത്ഥങ്ങൾ കുടുംബങ്ങളെ കുടുംബ ജീവിതങ്ങളെ തകർക്കുമ്പോൾ തലമുറയെ നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കർത്താവ് ഇന്ന് പകൽ സമാധാനമില്ലാത്ത കേരളത്തിൽ ഭാരതത്തിൽ ലോകത്തിൽ സമാധാനം അയക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ ജനത്തെ ഏൽപ്പിക്കുന്നു. മനുഷ്യങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടു മടങ്ങി വരട്ടെ. ഭവനത്തിനകത്ത് ശാപങ്ങൾ മാറട്ടെ, പാപങ്ങൾ മാറട്ടെ, പാപ സ്വഭാവങ്ങൾ മാറട്ടെ. ജനം ദൈവത്തോട് മത്സരിക്കാം, ദൈവത്തോട് ദൈവത്തിന് താഴ്ത്തി കൊടുത്തുകൊണ്ട് സ്വർഗ്ഗ അനുഗ്രഹം പ്രാപിക്കുന്നവരായി മാറണം. ഇസ്രായേലും വാഗ്ദത്ത കാനാനിലേക്ക് നടന്ന് യാത്ര ചെയ്തതുപോലെ കർത്താവ് പുതിയ നിയമസഭ പുതിയ ഈ കാലഘട്ടം വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വർഗീയ കാനാനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശോധനകളും പ്രയാസവും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. അതിനെ ജയിച്ച് ജയശ്രീലാളിതനായി അല്ലെങ്കിൽ കർത്താവ് സ്വർഗരാജ്യത്തെ പ്രവേശിപ്പാൻ സകല ജനത്തെ ജാതി മത വർഗം സകല ജനത്തെയും തീവ്രക്കണ്ണായി പ്രാർത്ഥി ജനവിശുദ്ധിയോടെ മടങ്ങി വരട്ടെ. ശുദ്ധീകരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.